അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒളരികൾച്ചറിനെ പറ്റി, ഒളരികൾച്ചർ ഗ്ലാൻഡ്സ്. അപ്പൊ നമുക്കും ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എല്ലാ ഒളരികൾച്ചറിന്റെയും പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഹോർട്ടിക്കൾച്ചറിന് 5 ഡിവിഷൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ 5-6 ഡിവിഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്രോപ്പ് പ്രൊഡക്ഷനും ഇനി എല്ലാ ഏറ്റവും ലാസ്റ്റ് ഈ ക്രോപ്പ് പ്രൊഡക്ഷന്റെ ഒക്കെ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്, അങ്ങനെ നമ്മൾ കുറെ ഡിവിഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഡിവിഷനാണ് ഒളരികൾച്ചർ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ, യൂട്ടിലൈസേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് വെജിറ്റബിൾ ക്രോപ്സ്. അപ്പൊ ഇത്ര മാത്രം ഓർത്താൽ മതി. വെജിറ്റബിൾ ക്രോപ്സ് കേട്ട് കഴിഞ്ഞാൽ അത് ഒളരികൾച്ചർ ആണ്. ഒളരികൾച്ചർ കേട്ടത് വെജിറ്റബിൾ ക്രോപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനൊരു കുറച്ച് നമ്മൾ എന്തായാലും വെജിറ്റബിൾസിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റബിൾ ക്രോപ്സ് ഒരു സ്ലൈഡിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇതിനെ സാധാരണ നമുക്ക് എന്താ വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്രോപ്സ്, അതിന്റെ ഒരു ജനറൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ ക്രോപ്പിന്റെ വിഭാഗമാണ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ജനറൽ കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാൽ കൂടി ഒരിക്കലും പറയാണ്, എന്താണ് മെജോറിറ്റി ഓഫ് ദി വെജിറ്റബിൾസ് എന്താണ് ആനുവൽസ് ഇൻ നേച്ചർ ആണ്. അതായത് ഒരു 1 ഇയറിലെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇതിലുള്ളതാണ് ആനുവൽസ് എന്ന് പറയുന്നത്. ഇനി ആനുവൽസ് അല്ലാത്ത ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇതിന്റെ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഈ ആനുവൽസ് എന്താണ്, ബൈനിയൽസ് എന്താണ്, പെരനിയൽസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു പോവാം. ഇനി ആനുവൽസ് അല്ലാത്ത തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്. അതായത് ഐബി ഗോഡ്, കോവയ്ക്ക, പോയിന്റഡ് ഗോഡ്, കോവയ്ക്ക പോലെ തന്നെ ഇരിക്കുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു മറ്റൊരു പർവാൾ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണ് പോയിന്റഡ് ഗോഡ് എന്ന് പറയുന്നത്. ചൗ, അസ്പെരാഗസ്, ഇതെല്ലാം തന്നെയും ആനുവൽസ് അല്ല, അതെല്ലാം പെരനിയൽസ് ആണ്. അതായത് കുറെ വർഷങ്ങൾ നിന്ന് ഈൽഡ് തരുന്ന തരത്തിലുള്ള ക്രോപ്സുകളാണ്. അടുത്തത് എല്ലാ വെജിറ്റബിൾസ് എന്തായിരിക്കും ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ്. പിന്നെ കൺസ്യൂംഡ് ആസ് റോ ഇൻ സാലഡ്സ്, കുക്ക്ഡ് ഓർ പ്രോസസ്ഡ്, then consumed when immature and tender form, and seed propagated except perennial crops and tubers. Mostly എല്ലാം വെജിറ്റബിൾസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എല്ലാത്തിനും വിത്ത് വഴി, അതായത് സീഡ്സ് വിത്തിട്ട് മുളപ്പിച്ചായിരിക്കും നമ്മൾ തക്കാളി ആയിക്കോട്ടെ, മുളക് ആയിക്കോട്ടെ, വെണ്ട ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, സീഡ്സ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതല്ലാത്ത കുറച്ച്, അതായത് നമ്മൾ പെരണിയൽ ക്രോപ്സ് പറഞ്ഞു, ഐവി കൂട്, നമ്മൾ കോവയ്ക്ക് എങ്ങനെയാ ചെയ്യുന്നത്, വിത്ത് വഴിയാണോ കോവയ്ക്ക് നമ്മൾ വീട്ടിൽ മുളപ്പിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ വിത്ത് വഴിയാണോ നമ്മൾ കൃഷി ചെയ്യുന്നത്? അല്ല, കോവയ്ക്കൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കട്ടിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്, പെരണിയൽ ക്രോപ്സിൽ സീഡ് പ്രൊപ്പഗേഷൻ അല്ല വരുന്നത് എന്നുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സും ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണ്. അത് കൾട്ടിവേഷൻ ഇസ് ലേബർ ഇന്റൻസീവ് ആയിരിക്കും. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഓഫ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് ആർ കോൾഡ് എസ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. വെജിറ്റബിൾസിന് മാത്രമല്ല, കോമൺലി വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നാണ് പറയുന്നത്. ഏത് എക്സാമിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ടത്തെ ഒരു ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കോൾഡ് ആസ്. അതിന് എന്തെന്ന് പറയുന്നത്, ഓപ്ഷൻസിൽ പല പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊന്നാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എന്താണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്, ദേ ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതായത് വെജിറ്റബിൾസ് നമുക്ക് അറിയാം, പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പൊ അതൊക്കെ റിച്ച് ആയതുകൊണ്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ രോഗങ്ങൾ ചെറുത്ത് നിൽക്കാനുള്ള പ്രതിരോധ ശേഷി കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, അടുത്തത്, ഇനി ഒരു ദിവസം നമ്മൾ എത്ര ഗ്രാം വെജിറ്റബിൾ, ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ദിവസം കഴിച്ചിരിക്കേണ്ട വെജിറ്റബിൾസിന്റെ അളവാണ് അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതായത് ICMR പറയുന്ന RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, അതായത് ഒരു പ്രായപൂർത്തി അല്ലെങ്കിൽ ഒരു അഡൽട്ട് കഴിച്ചിരിക്കേണ്ടതാണ് 300 ഗ്രാം ഓഫ് വെജിറ്റബിൾസ്. 300 ഗ്രാം വെജിറ്റബിൾ ആണ് ആ അളവെന്ന് പറയുന്നത്. ICMR റെക്കമെൻഡേഷൻ ഡയറ്ററി അലവൻസ്, അതായത് ഒരു ആരോഗ്യമുള്ള ഒരാള് കഴിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന കഴിക്കേണ്ട റെക്കമെൻഡേഷൻ ആണ് പറയുന്നത്. അത് 300 ഗ്രാം ഓഫ് വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് തന്നെ നമുക്ക് അതിനെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് 125 ഗ്രാം ലീഫി വെജിറ്റബിൾസും 100 ഗ്രാം റൂട്ട് ആൻഡ് ട്യൂബർ വെജിറ്റബിൾസും 75 ഗ്രാം അതർ വെജിറ്റബിൾസും. അപ്പൊ എത്ര കൂട്ടി നോക്കുമ്പോഴത്തേക്ക് എന്തായി, 300 ഗ്രാം 125 പ്ലസ് 100 പ്ലസ് 75. അപ്പൊ എത്രയാണ്, ഈ ഒരു കാര്യം ഓർത്തു നോക്കുക, 300 ഗ്രാം ഓഫ് വെജിറ്റബിൾസ് ആണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. Then 125 gram of leafy vegetables, 100 gram of root and tuber vegetables, and 75 gram other vegetables. Okay. അപ്പം വെജിറ്റബിൾസിന്റെ ഒരു ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അതിന് എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത്, ദേ ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വെജിറ്റബിൾസിനെ മാത്രമല്ല, കോമൺലി നമ്മൾ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ,
അടുത്തത് നമ്മൾ ന്യൂട്രീഷണൽ കാര്യങ്ങൾ പറഞ്ഞു, ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. ഇനി ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട്സ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഇന്നും ഇനി അടുത്ത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഫ്ലോറികൾച്ചർ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഒരു പ്ലാന്റ് പ്രൊപ്പഗേഷനെ പറ്റി പഠിച്ചു. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിരുന്നു. പ്രൊപ്പഗേഷൻ എന്നതാണ്, അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി പറയുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്കൊരു പക്ഷേ ഒരു കണ്ടിന്യൂവേഷൻ, മൊത്തത്തിൽ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കണ്ടിന്യൂവേഷൻ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചിങ്ങനെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ഫീൽ വരും. പക്ഷെ വലിയൊരു പ്രശ്നം വരില്ല. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നമ്മുടെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റിന്റെ മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സിന് ഇങ്ങനെ അടിച്ച് എന്താ പറയാ, അടുക്കി പറക്കി വെച്ചിരിക്കുന്ന ഒരു രൂപമാണിത്. അപ്പൊ നമ്മൾ ന്യൂട്രീഷണൽ കോമ്പൗണ്ട്സിന്റെ കാര്യം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട്സ്. അതായത് ചില വെജിറ്റബിൾസിൽ, അല്ലെങ്കിൽ മിക്ക വെജിറ്റബിൾസ് ഒക്കെയാണ് നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ കൺസംഷൻ കൂടുന്നതനുസരിച്ച് അതിനകത്ത് ഒരു ചെറിയ ആന്റി ന്യൂട്രീഷൻസ് എന്താ, ന്യൂട്രീഷൻ അല്ലാത്ത, അതായത് നമുക്ക് പ്രശ്നക്കാരനാക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നം അത് ബോഡിക്ക് ശരീരത്തിൽ വരില്ല. നമ്മൾ അത്രയും ഒരു ഇൻടേക്ക്, അല്ലെങ്കിൽ അത്രയും ഓവറായിട്ട് നമ്മൾ ആരും കഴിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഓവറായിട്ട് ഒരു റെക്കമെൻഡഡ് ഡോസിൽ വരുന്നില്ല. പക്ഷെ ഈ പറയുന്ന കോമ്പൗണ്ട്സ്, അതായത് കുറച്ച് ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട്സ് ചില ക്രോപ്സിലുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് കുറെ വലിയ കഥയൊക്കെ പറയേണ്ടി വരും. ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ ഏത് കോമ്പൗണ്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക, അത് ഏത് ക്രോപ്പിലാണെന്നും അറിഞ്ഞിരിക്കുക. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അതായത് ഓരോ ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട് ഞാൻ പറയും അത് ഏത് ക്രോപ്പിലാണെന്ന്. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുള്ളത്. ഒന്നാമത് ട്രിപ്സിൻ ഇൻഹിബിറ്റർ. ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് ദേ ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ലെഗ്യൂംസ്, എസ്പെഷ്യലി ഇൻ റോ സോയാബീൻ. അതായത് പയറുവർഗ്ഗ വിളകൾ ലെഗ്യൂംസിലാണ്. ലെഗ്യൂംസിൽ കാണപ്പെടുന്ന ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രിപ്സിൻ ഇൻഹിബിറ്റർ ആണ്. പ്രധാനമായിട്ടും സോയാബീനിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ദെൻ ഫൈറ്റേസ് അല്ലെങ്കിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയും. അത് സാധാരണഗതിയിൽ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ എവിടെയാണ്, മെച്ചർ സീഡ്സ് ഓഫ് പീസ് ആൻഡ് ബീൻസ്. നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, പീസ് ആൻഡ് ബീൻസിലൊക്കെ, ഫ്രഞ്ച് ബീൻസിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ടുള്ളത്. വിച്ച് ബൈൻഡ്സ് വിത്ത് അയൺ, സിങ്ക്, കാൽസ്യം, അതുപോലെയുള്ള മറ്റ് മിനറൽസും ഒക്കെ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിന്റെ അയണിന്റെ അബ്സോർപ്ഷൻ, അതായത് കൂടുതലായിട്ട് ആ ഒരു കണ്ടന്റ് നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും. അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മുടെ ബ്ലഡ് ഫ്ലോയിലൊക്കെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമുക്കൊരു അനീമിക് ആവുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരും. ഇതൊക്കെ ഓവർ കൺസംഷന്റെ കാര്യം പറയുന്നത്. ഈ ഒരു കോമ്പൗണ്ട്, ഇത്തരത്തിലുള്ള ഒരു ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കാം. ആ ഏതാണ് കോമ്പൗണ്ട്, അത് ഏത് ക്രോപ്പ്, അത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. അടുത്തത് അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്. ഇപ്പൊ അമരാന്തസിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്സലേറ്റ്സും നൈട്രേറ്റ്സും, അമരാന്തസ് അല്ലെങ്കിൽ സ്പിനാച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതെല്ലാം എന്താണ്, ഇലവർഗ്ഗങ്ങളല്ലേ, ലീഫി വെജിറ്റബിൾസ് ആണ്. അതിനകത്ത് കൂടുതലായിട്ടുള്ള ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണ് ഓക്സലേറ്റ്സ്, അതുപോലെ തന്നെ നൈട്രേറ്റ്സ്. ഓക്കെ. അടുത്തത് ഗ്ലൂക്കോസൈഡ്സ്. ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്നത് ടപ്പിയോക്ക, നമ്മുടെ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്ന് പറയും, ചില നാളിൽ പൂള എന്ന് പറയും. അപ്പം ഈ മരച്ചീനിയിൽ നമുക്ക് ടപ്പിയോക്ക ലീവ്സ് കണ്ടെയ്ൻ സയനോജനിക് ഗ്ലൂക്കോസൈഡ്സ്, അതായത് HCl, സയനോജനിക് ഗ്ലൂക്കോസൈഡ്സ് ആണ് ടപ്പിയോക്കയിലെ ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ട്രിപ്സിൻ ഇൻഹിബിറ്റർ എവിടെയായിരുന്നു, ലെഗ്യൂംസിലും. ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് പീസ് ആൻഡ് ബീൻസ്. ദെൻ ഓക്സലേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സിൽ ലീഫി വെജിറ്റബിൾസ്. ദെൻ ഗ്ലൂക്കോസൈഡ്സ് എവിടെയാണ്, ടപ്പിയോക്കയിൽ, പ്രധാനമായിട്ടും സയനോജനിക് ഗ്ലൂക്കോസൈഡ്സ്. ഓക്കെ. Then Diascorea species contain a toxic alkaloid. Diascorea എന്ന് വെച്ചാൽ എന്താ, നമ്മൾ യാംസ് പറയത്തില്ല, നമ്മുടെ കാച്ചിൽ വർഗ്ഗ വിളകളിനകത്ത് വരുന്നതാണ് ഡയസ്കോറിയ ഗ്രൂപ്പിൽ വരുന്നത് ഡയസ്കോറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ അല്ലെങ്കിൽ ബ്രിഞ്ചോളിലൊക്കെ കാണുന്ന ഒരു തരത്തിലുള്ള ഒരു ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നത് സൊളാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, സൊളാനിൻ. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഇതിലൊക്കെ കാണുന്നതാണ് സൊളാനിൻ. എവിടെയാണ്, പൊട്ടറ്റോയിലും അതുപോലെ ബ്രിഞ്ചോളിലും. ദെൻ ഡയസ്കോറിയ, അതായത് കാച്ചിൽ വർഗ്ഗ പേര് തന്നെയുണ്ട്, ഡയസ്കോറിയ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ. അപ്പൊ ഞാൻ ഈ പറയുന്ന ചില എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ട്രിപ്സിൻ ഇൻഹിബിറ്റർ ഒക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ അഗ്രികൾച്ചർ ഓഫീസർ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഞാൻ കണ്ടിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ ഇത് നമ്മുടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിനല്ല, വേറെ അഗ്രികൾച്ചറിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചതാണ്. അതായത് ട്രിപ്സിൻ ഇൻഹിബിറ്റർ കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള, കറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ക്വസ്റ്റൻ വരുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ട്രിപ്സിൻ ഇൻഹിബിറ്റർ ഏത് ക്രോപ്സിൽ കാണപ്പെടുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ആണെന്ന് ചോദിച്ചിട്ട് കുറെ ഓപ്ഷൻ വരാം. ഇനി നേരെ തിരിച്ചു വയ്ക്കുക, ഇപ്പൊ ലീഫി വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ ഓപ്ഷൻസിൽ ട്രിപ്സിൻ ഇൻഹിബിറ്റർ, ഫൈറ്റേസ്, ഓക്സലേറ്റ്സ്, നൈട്രേറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഓപ്ഷൻ ഓക്സലേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ആണ് ലീഫി വെജിറ്റബിൾസിൽ കാണപ്പെടുന്ന ആന്റി ന്യൂട്രീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോൾ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ആയി, ആന്റി ന്യൂട്രീഷണൽ കോമ്പൗണ്ട്സ് ആയി. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെജിറ്റബിൾസ്. അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് വെജിറ്റബിൾസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് വെജിറ്റബിൾസിനെ പല തരത്തിൽ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലിലുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ബൊട്ടാണിക്കൽ ക്ലാസിഫിക്കേഷൻ. ബൊട്ടാണിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി വൈസ്, പിന്നെ ഒരു ഫാമിലിയിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഫാമിലി വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ബൊട്ടാണിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ വെജിറ്റബിൾസും, ഓൾ വെജിറ്റബിൾസ് ബിലോങ്സ് ടു ഡിവിഷൻ ആൻജിയോസ്പേം. ആൻജിയോസ്പേം നമുക്കറിയാം, ആൻജിയോസ്പേം ഡിവിഷനിലാണ് എല്ലാ ഫ്ലവറിംഗ് ക്രോപ്സിനും എല്ലാ വെജിറ്റബിൾസും വരുന്നത്. അതിനെ പ്രധാനമായിട്ട് 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോണോകോട്ടിലിഡേനും ഡൈകോട്ടിലിഡേനും. ഓക്കെ, അങ്ങനെ 2 ക്ലാസ്സുകളുണ്ട്. അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഫ്ലവറിംഗ്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞു, നമ്മൾ വളരുന്ന ആ കാലാവധി അല്ലെങ്കിൽ ഡ്യൂറേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആനുവൽസ് എന്നും ബൈനിയൽസ് എന്നും പെരിനിയൽസ് എന്നും. ആനുവൽസ് എന്ന് വെച്ചാൽ 1 ഇയർ കൊണ്ട് നമ്മുടെ ലൈഫ് സൈക്കിൾ, ആ ക്രോപ്പ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ആനുവൽസ് എന്ന് പറയുന്നത്. ആനുവൽ 1 എന്നുള്ള രീതിയിൽ. അപ്പം കുക്കുർബിറ്റ്സ്, കൗപ്പി, ടൊമാറ്റോ, ബ്രിഞ്ചോൾ ഒക്കെ ഏതാണ്? ആനുവൽസ് ആണ്. ഇനി ബൈനിയൽസ് എന്ന് പറയുന്നത് 2 വർഷങ്ങൾ, അതായത് ഫസ്റ്റത്തെ ഇയറിൽ അവർ എന്ത് ചെയ്യും, അതിന്റെ ക്രോപ്പിന്റെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഇയറിലേക്ക് അത് റിപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടക്കുന്നു. അത്തരത്തിൽ 2 വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്. ബൈ എന്ന് വെച്ചാൽ 2. അപ്പം ബൈനിയൽസ് ക്യാബേജ്, കോളിഫ്ലവർ, റാഡിഷ്, ക്യാരറ്റ്, ഓണിയൻ ഒക്കെ. നമ്മുടെ കൂൾ സീസൺ വെജിറ്റബിൾസ് ഒക്കെ വരുന്നില്ലേ, കോമൺ ആയിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി പെരിനിയൽസ് എന്ന് പറയുന്നത് മോർ ദാൻ 2 ഇയേഴ്സ്. അപ്പൊ 1 വർഷമായി, 2 വർഷമായി, 2 വർഷത്തിൽ കൂടുതലുള്ള എല്ലാം പെരിനിയൽസ് ആണ്. അതാണ് നമ്മുടെ കോക്സീനിയ, മുരിങ്ങ അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്ക്, പോയിന്റഡ് ഗോഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പെരിനിയൽസ് എക്സാമ്പിൾ ആണ്. അപ്പം സാധാരണ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു ഏരിയയും ചോദിച്ചു കണ്ടിട്ടുള്ളത് പെരിനിയൽസിനെ ആയിരിക്കും, പെരിനിയൽസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കും. ഇപ്പൊ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ പെരിനിയൽ, അല്ലെങ്കിൽ ഈസ് നോട്ട് എ പെരിനിയൽ എന്ന് ചോദിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കോക്സീനിയ ഈസ് എന്ത് ടൈപ്പ് ഓഫ് ക്രോപ്പ് ആണ്, ആനുവൽ ആണോ, ബൈനിയൽ ആണോ, പെരിനിയൽ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ പെരിനിയൽസിന്റെ എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കും. ബാക്കി നമുക്കൊരു ഐഡിയ വരും. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിനേഷൻ. പോളിനേഷന്റെ മോഡ് അനുസരിച്ച് പ്രധാനമായിട്ടും സെൽഫ് പോളിനേറ്റഡ്, ക്രോസ് പോളിനേറ്റഡ്, ഓപ്പൺ ക്രോസ് പോളിനേറ്റഡ്. പക്ഷെ ആദ്യം നിങ്ങൾക്ക് സെൽഫ് ക്രോസ് മാത്രമേ കേട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ. സെൽഫ് പോളിനേറ്റഡ് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മുടെ പീസ് ആൻഡ് ബീൻസ്, നമ്മുടെ പീസ് എന്ന് പറയുന്നത്. ക്രോസ് പോളിനേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ഉണ്ടായിരിക്കും. നമ്മൾ ബേസിക് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ്. ക്രോസ് പോളിനേഷൻ ഒന്നുകിൽ വിൻഡോ അല്ലെങ്കിൽ ഇൻസെക്ട്സോ ഒക്കെ വഴി പോളിനേഷൻ നടക്കുന്നത്. അമെറാന്തസ്, കുക്കുർബിറ്റ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ഓഫൻ ക്രോസ് പോളിനേഷൻ. ഓഫൻ ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പരിധി വരെയും ക്രോസ് പോളിനേഷൻ നടക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ക്രോപ്പുകളാണ് ബ്രിഞ്ചോള്, ബിന്ദിയൊക്കെ. അപ്പൊ ഈ ബ്രിഞ്ചോളിന്റെ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഓഫൻ ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അഗ്രികൾച്ചറൽ ഓഫീസർ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം താഴെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പീസ് ആൻഡ് ബീൻസ് ഉണ്ടായിരുന്നു, അമരാന്തിസ്, ബ്രിഞ്ചോൾ ഒക്കെ ഉണ്ടായിരുന്നു. ബ്രിഞ്ചോൾ എന്തിന് എക്സാമ്പിൾ ആണ്? ബ്രിഞ്ചോളും അതുപോലെ തന്നെ വിൻഡിയൊക്രയും എന്തിന് എക്സാമ്പിൾ ആണ്? ഓഫൻ ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫോട്ടോ പീരീഡ്. ഫോട്ടോ പീരീഡിന്റെ അളവിൽ നമുക്ക് ലോങ് ഡേ, ഷോർട്ട് ഡേ, ഡേ ന്യൂട്രൽ, അതായത് ഫ്ലവറിങ്ങിന് ഡ്യൂറേഷൻ, അതായത് ഫോട്ടോ പീരീഡിന്റെ അളവിൽ നമുക്ക് വ്യത്യാസപ്പെടുത്തും. ലോങ് ഡേ വരുന്നത്, ലോങ് ഡേ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഓണിയൻ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഒക്കെ. അവിടെ എന്താണ് ഈ കൂൾ സീസൺ ടൈപ്പ് വെജിറ്റബിൾസ് ഒക്കെ കണ്ടോ? അത് ഏകദേശം കണ്ടാൽ അറിയാം. ഓണിയന്, ക്യാബേജ്, കോളിഫ്ലവർ. ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ച് പഠിക്കാൻ പറഞ്ഞിരുന്നതാണ്. ഓണിയൻ, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ടർണിപ്പ്, റാഡിഷ് എന്നൊക്കെ പറയുന്നത് ലോങ് ഡേ വെജിറ്റബിൾസ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഷോർട്ട് ഡേ വെജിറ്റബിൾസിന് എക്സാമ്പിൾ ആണ് സ്വീറ്റ് പൊട്ടാറ്റോ, ക്ലസ്റ്റർ ബീൻ ഒക്കെ. ഇനി ഡേ ന്യൂട്രൽ വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് ഫോട്ടോ പീരീഡ് എഫക്ട് ചെയ്ത ഡേ ന്യൂട്രൽ വെജിറ്റബിൾസിന് എക്സാമ്പിൾ ആണ് ടൊമാറ്റോ. ടൊമാറ്റോയുടെ കേസാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ടൊമാറ്റോ, ബ്രിഞ്ചോൾ, ചില്ലി, ഒക്ര, ഇതൊക്കെ തന്നെ ഡേ ന്യൂട്രൽ വെജിറ്റബിൾസ് ആണ്. അപ്പം ഫോട്ടോ പീരീഡ് അനുസരിച്ച് ലോങ് ഡേ എന്നും ഷോർട്ട് ഡേ എന്നും ഡേ ന്യൂട്രൽ വെജിറ്റബിൾസ് ഇത്തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾസും ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കെ,